ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ജനകീയ സായാഹ്ന ധർണ നടത്തി ഗ്രീൻ വിഷൻ കേരളയും സന്നദ്ധ സംഘടനകളും. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിനും KCBC മദ്യവിരുദ്ധ സമിതിയും ഗ്രീൻ വിഷൻ കേരളയും സംയുക്തമായി ചേർന്നാണ് ജനകീയ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് നടത്തിയ ധർണ മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കേരേമ്പൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ മദ്യപ്രളയത്തിൽ മുക്കിക്കൊല്ലുന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലഹരി മാഫിയയുടെ വിളയാട്ടം നമ്മൾ കാണുകയാണ്. പോലീസും എക്സൈസും ഒക്കെ നിഷ്ക്രിയത്വത്തോടെ നോക്കി നിൽക്കുന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അധ്യാപകർ, ഹെഡ്മാസ്റ്റർമാർ, പ്രിൻസിപ്പാൾമാരും അടക്കമുള്ളവർ വിദ്യാർത്ഥികളോട് ലഹരിക്കെതിരെ സംസാരിക്കുവാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുക. മാതാപിതാക്കൾക്ക് മക്കളെ ശാസിക്കാൻ കഴിയാത്ത വേദനാജനകമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുക. നമ്മുടെ സ്കൂൾ അന്തരീക്ഷമൊക്കെ ലഹരിയുടെ പിടിയിലാൻ വരുമ്പോ നിർവികാരിയോട് നോക്കി നിൽക്കാൻ നമുക്ക്. ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. സജീവം പ്രൊജക്ട് കോഓർഡിനേറ്റർ ജോൺസൺ കറുകപ്പിള്ളിൽ ആമുഖ സന്ദേശം നൽകി. ജോസഫ് ആന്റണി, ചന്ദ്രലേഖ ശശിധരൻ, ജോയി പടയാട്ടിൽ, KH സലീം, മാർട്ടിൻ കീഴേമാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പങ്കെടുത്തവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.